അധികം മസാലകളൊന്നും ഇല്ലാത്ത സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള പള്ളിപ്പാളയം ചിക്കൻ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ മസാലപ്പൊടികളൊന്നും ഇടുന്നില്ല. എരിവിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ വറ്റൽമുളക്. അപ്പോൾ ഞാൻ 8 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ അരി ഞാൻ കുറച്ച് കളഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇട്ടിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതിന് കുറച്ച് കറിവേപ്പില കൂടുതലെടുക്കണം. ഇപ്പോൾ ഈ തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഈ മുളക് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി, ഒരുപാട് അങ്ങ് മൂക്കണ്ട. പിന്നെ ഇതിലോട്ട് 150 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇത് കുറച്ചൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇതിപ്പോൾ ഉള്ളിയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കൻ എടുത്തേക്കുന്നത്. കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യണം, ചെറിയ ചെറിയ പീസായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്, നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലൊക്കെ ഇച്ചിരി ഏറെ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പള്ളിപ്പാളയം ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ഇത്. താങ്ക് യു.